1900 മുമ്പ് ജീവിച്ച ദൈവദാസന്മാർ ഈ അനുഭവത്തെ ആഗ്രഹിച്ചു. ദൈവവും ഞാനും ഒന്നായിട്ട് എൻ്റെ മേൽ പരിശുദ്ധാത്മ വന്നിട്ട് എൻ്റെ കാലുകളെടുത്ത് ദൈവം നടക്കുന്നു, എൻ്റെ കൈകളെടുത്ത് ദൈവം തൊടുന്നു, എൻ്റെ കണ്ണുകളിലൂടെ ദൈവം കാണുന്നു, എൻ്റെ കാതുകളിലൂടെ ദൈവം കേൾക്കുന്നു, എന്നിലൂടെ ജനത്തിൻ്റെ ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്നു. ഈ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉള്ളതുപോലെ ആ കാലഘട്ടത്തിലെ ദൈവദാസന്മാർക്ക് ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് എന്നെയും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടെങ്കിൽ എത്ര പേര് കർത്താവിനെ സ്തുതിക്കും? എനിക്ക് കൃപ തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞാട്ടെ. എനിക്ക് ഈ അനുഭവം തന്നതിന് നന്ദി പറഞ്ഞാട്ടെ. ഇത് വെറുതെ കിട്ടിയതല്ല കേട്ടോ. ഇത് വില കൊടുത്ത് ഒരു കൂട്ടം വില കൊടുത്തിട്ട് അവർക്ക് കിട്ടാത്ത ഈ കൃപ എനിക്കും നിങ്ങൾക്കും സൗജന്യമായി ഈ കാലഘട്ടത്തിൽ പകർന്നു തന്നെങ്കിൽ എത്ര പേർ കർത്താവിനെ സ്തുതിക്കും? നന്ദി പറയാം. അതിനൊന്ന് ഉപയോഗിക്കാം, അതിനൊന്ന് സംസാരിക്കാം. ആ ഭാഷ എന്ന് പറഞ്ഞ എല്ലാവരും എന്റെ മേൽ പകർന്ന കൃപ, എന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അധികമായി പകരേ. എല്ലാവരും അന്യഭാഷ പറഞ്ഞാട്ടെ. ആ ഭാഷ പറഞ്ഞ എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞാട്ടെ, അനുഭവിച്ചോട് പറഞ്ഞാട്ടെ. എന്നെ ഇതിനകത്തൊരു ഭാഗമാക്കിയതിന് നന്ദി, എന്നെ ഇതിനകത്തൊരു പാർട്ടാക്കിയതിന് നന്ദി, എന്നെയും ഇതിനു വേണ്ടി കണ്ടതിന് നന്ദി, എന്നെയും ചേർത്ത് വെച്ചതിന് നന്ദി, എന്റെ മേൽ പകർന്നതിന് നന്ദി. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.